നമസ്കാരം. ഇന്ന് ജൂലൈ 7 ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ജൂലൈ 7 ജ്യോതിഷത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ ദിവസമാകുന്നു. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ചന്ദ്രൻ കർക്കിടകത്തിൽ സഞ്ചരിക്കാൻ പോകുന്നതാണ്. കൂടാതെ ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 2ാം ദിവസം കൂടിയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില വിശേഷമായ അഥവാ ശുഭകരമായ സംയോജനവും യോഗങ്ങളും രൂപാന്തരപ്പെടുന്നുണ്ട്. അതിൽ ആദ്യത്തേതായ യോഗം എന്ന് പറയുന്നത് രവി പുഷ്യയോഗമാകുന്നു. സർവാർത്ഥസിദ്ധി യോഗം, ഹർഷണയോഗം, പൂയം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ യോഗങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. ഈ പരാമർശിക്കുന്നത് പൊതുഫലമാണ്. എന്നിരുന്നാൽ പോലും ഒരു 70-75% വ്യക്തികൾക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം ജൂലൈ 7 ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. പലവിധ മാനസികപരമായ പിരിമുറുക്കങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് മോചനം ഒരു പരിധിവരെ ലഭിക്കുന്ന സമയം എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം നടക്കുന്നതായ പലവിധ തർക്കങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അതിനുള്ള ശരിയായ ചികിത്സ കണ്ടെത്തുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഇന്നേ ദിവസം ചില തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സൂര്യദേവന്റെ കടാക്ഷത്താൽ കൂടി അനുഗ്രഹം ലഭിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ഊർജം നിങ്ങൾക്ക് ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പോലും ഇന്നേ ദിവസം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. സൂര്യദേവന്റെ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ 7 ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ഇവർക്ക് സൂര്യദേവന്റെ കടാക്ഷത്താൽ കൂടി അനുകൂലമായി ഭവിക്കുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കടന്ന് വരാനുള്ള സാധ്യതകളുമുണ്ട്. സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ പരീക്ഷിച്ചാൽ അത് വിജയങ്ങളിൽ എത്തുന്ന ദിവസം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, അത്തരത്തിലുണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ലാഭം നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ ലാഭം വന്ന് ചേരാവുന്നതാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായി തീരും എന്ന കാര്യം ഓർക്കുക. കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയങ്ങൾ ചെലവഴിക്കുവാനും കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇന്ന്. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്
ആശ്വാസം ലഭിക്കാൻ ഇന്നേ ദിവസം ശർക്കരയും നെയ്യും വെള്ളത്തിൽ കലക്കി സൂര്യദേവന് സമർപ്പിച്ച് സൂര്യചാലിസ പാരായണം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം രോഗദുരിതങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നതായ ദിവസം കൂടിയാണ് എന്ന് പറയാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതുമാണ്. സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ അതിന് സഹായകരമായ ചില അവസരങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാവുന്നതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ തടസ്സങ്ങൾ ഒഴിഞ്ഞ് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനോ ധനപരമായ നേട്ടങ്ങൾക്കോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല രീതിയിലുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കുടുംബ ജീവിതത്തിൽ അഥവാ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാം. പലവിധ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഏതെങ്കിലും കാര്യങ്ങൾ പരീക്ഷിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആൽമരത്തിന്റെ ചുവട്ടിൽ അല്പം പാൽ അർപ്പിക്കുകയും അത്തരത്തിൽ സൂര്യദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പലവിധ പ്രശ്നങ്ങളും ഭാവിയിൽ പരിഹരിക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം. സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രതികൂലമാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വരുമാനം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ബന്ധം ഏറ്റവും ഊഷ്മളമായിരിക്കും എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങൾ അത് പല രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിൽ ചിലത് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പലവിധ ആശയക്കുഴപ്പങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് ഒഴിവായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. സുഹൃത്തുക്കൾക്കൊപ്പവും അതേപോലെ സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊപ്പവും ചിലവഴിക്കുവാൻ സാധിക്കുന്നതായ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം സൂര്യദേവനെ നിങ്ങൾ ആരാധിക്കുന്നതും സൂര്യദേവന് ജലം സമർപ്പിക്കുകയും ആദിത്യ സ്തോത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക.